ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇന്ന് ഞാൻ എന്നത്തെയും പോലെയല്ല, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങും കേട്ടോ. പിന്നെ എണീക്കണത് ഒരു 9 മണി ആ ഒരു ടൈമിലാണ്. പിന്നെ അതാ വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയിട്ട് ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം തന്നെ ഞാനിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് റവയും അതേമാതിരി ലിവർ കറിയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ പൊന്നും അടിച്ചുവരി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ തുടച്ചു എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അടിച്ചു വരാറ് ഇഷ്ടം തുടക്കണതാണ്. തുടക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് കഴിയും തോന്നും കേട്ടോ. അടിച്ചു വരുമ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്യണ്ടേ. അപ്പോൾ അത് ഞാൻ വേഗം അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നൊന്നും തിരുമ്പലില്ല കേട്ടോ. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തിരുമ്പും. അങ്ങനെ ചെയ്യൽ. ഇത് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടൽ. അല്ലാത്തതൊക്കെ നമ്മൾ കല്ലുമ്മയാണ് കേട്ടോ തിരുമ്പാറുള്ളത്. അങ്ങനെ തുടക്കലും വാഷിംഗ് മെഷീനിൽ ഇടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഫോണൊന്നും നോക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫോണുമ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കുളിക്കാതെ ഫുഡ് കഴിക്കൽ റയറായിട്ടാണ്. എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് അത്യാവശ്യം കുറേ അലക്കാനുണ്ടായിരുന്നു. അധികവും ജീൻസിൻ്റെ പാൻസായിരുന്നു. ഞാനത് ഓരോന്നിടും ചളിയൊക്കെ ഞാൻ അവിടെ വെക്കും. കാരണം നമുക്ക് ഇവിടെ കല്ലുമ്മ പോയി തിരുമ്പുമ്പോൾ ഭയങ്കര ഗതികേടാണ് കേട്ടോ. കാരണം അവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തിന് കല്ലുമാണ്. അപ്പോൾ ഈ പാമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബേജാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും തിരുമ്പലില്ല. പക്ഷെ ഇനിയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇടാണ്ടാവില്ല എഴുതിയിട്ട് അത്യാവശ്യം ഒരു 8-9 പാൻറ് ഉണ്ടായിരുന്നു. അതൊക്കെ പാടെ തിരുമ്പി കഴിഞ്ഞപ്പോൾ ഞാൻ ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനത് അങ്ങനെ ഓരോന്ന് ബ്രഷൊക്കെ വെച്ചിട്ട് അങ്ങനെ തിരുമ്പി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ തിരുമ്പുമ്പോൾ അതിക്ക് കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് ഉമ്മയൊക്കെ തിരുമ്പി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഇതിൽ എത്തൂല. ഞാനിങ്ങനെ ഒരു പാൻറ് തന്നെ 1 മണിക്കൂർ ഇട്ട് തിരുമ്പലുണ്ട്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കേട്ടോ തിരുമ്പാറുള്ളത്. അങ്ങനെ തന്നെ ഞാൻ ഓരോ പാൻറ്റും തിരുമ്പി എടുത്ത് അങ്ങനെ അവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തിരുമ്പൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അനിയത്തിനെ വിളിച്ചിട്ട് അവളെയും കൊണ്ട് മുകളിൽ പോയിട്ട് തോരടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാരണം എനിക്ക് ഒരു 2-3 ടോപ്പ് കാര്യങ്ങളൊക്കെ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ, പുതിയ തന്നെ. അപ്പോൾ അതും കൂടി ഞാൻ തിരുമ്പുന്ന ടൈമിൽ ഇവളിത് പോയാണ്ട് ഈ പാൻസും കാര്യങ്ങളൊക്കെ മുകളിൽ പോയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എനിക്കൊരു 5-6 ടോപ്പും പിന്നെ 2 ഷാളും കൂടിയാണ് കേട്ടോ തിരുമ്പാണ്ടായിരുന്നത്. അതുകൂടെ ഞാൻ അങ്ങനെ തിരുമ്പി ഒലുമ്പി എടുത്തിട്ട് അത് ഞാൻ മുകളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. ഈ തിരുമ്പണതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഈ മുകളിൽ കൊണ്ടുപോയി തോരടുന്നതാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. കാരണം നമ്മൾ ഈ ഒരു ബക്കറ്റൊക്കെ പിടിച്ച് ഞാനാണെങ്കിൽ ഒന്നായിട്ടാവണ വരെ വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഇട്ടത് അപ്പം തന്നെ തിരുമ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പണിയൊന്നും ഇല്ല. പക്ഷേ അതിനായിട്ട് അങ്ങനെ നിൽക്കലുമില്ല. പിന്നെ അതാ ഞാൻ മുകളിൽ പോയിട്ട് ബാക്കി ഡ്രസ്സും കൂടി തോരട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസം മുന്നേ തോരട്ട ഡ്രസ്സ് അവിടെ ഉണക്കാനിട്ടുണ്ടായിരുന്നു. അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ പിന്നെ ഞാൻ അടിയിൽ പോയിട്ട് അപ്പത്തിന് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലപോലെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പോയിങ്ങാണ്ട് വേഗം ഒരു മോരുവെള്ളം ഉണ്ടാക്കാമെന്ന് കരുതി. എൻ്റെ വീട്ടിൽ അധികവും ഉണ്ടാവുന്ന കാര്യമാണ് ഈ പാലായാലും മോരായാലും എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. കാരണം എപ്പോഴും കുടിക്കും കേട്ടോ. മോരുവെള്ളമൊക്കെ ഞാൻ ദിവസം ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയതാണ്, ദിവസം കുടിക്കുവേ. അതും നൈറ്റാണ് ഒരിക്കൽ. ഇപ്പോൾ ഇതിന്ന് ഉച്ചക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പൊന്നു പറഞ്ഞ് എന്താ കുറച്ച് മുളക് ഇടാം നമുക്ക് എന്ന്, ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞു. പക്ഷെ മുളക് ഇട്ടിട്ട് എൻ്റെ റബ്ബേ എനിക്ക് എരിഞ്ഞ് ചത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രക്കാണ് ഇതായില്ല കേട്ടോ. ചുണ്ടും കാര്യങ്ങളൊക്കെ നീറിയായിരുന്നു, അത്രയ്ക്ക് എരിയുണ്ടായിരുന്നേ. ഞാനെന്നും മുളകില്ലാതെ തന്നെ കുടിക്കലോളൂ പറഞ്ഞുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതെന്തായാലും വാളിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മുളകൊക്കെ പിന്നെ പോയാണ്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുടിച്ചു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പക്ഷേ ശരിയാണ് സഹിക്കാൻ പറ്റാത്തത്. അതിന് ശേഷം ഇതാ പിന്നെ കുളിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ പോയിട്ട് നല്ലപോലെ തലയിലത്തെ ചിക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം എണ്ണയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ ഇന്ന് കുളിക്കണത്. കാരണം ഇന്ന് ഷാമ്പു ഇടുന്ന ദിവസമാണ്. അപ്പോൾ നല്ലപോലെ എണ്ണ തേക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്നും എണ്ണ തേക്കില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ എണ്ണ തേക്കും, അന്ന് ഷാമ്പൂ ഇടും, അത്രേ ഉള്ളൂ ഉണ്ടാവല്. ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. എന്താ വെച്ചാൽ എന്നാലും ഒന്നുകൂടെ മുടി ബെറ്ററായിട്ട് വളരുന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെ കുറേയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതായത് കുളിക്കാനുള്ള ഷാമ്പൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കുളിക്കുന്ന സാധനങ്ങൾ മാത്രം ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ തല ഷാമ്പു ഇട്ടുന്ന സമയത്ത് ഒരു ഡീപ്പ് കുളിയാക്കാരം അങ്ങനെ പറയാം. എന്താ വെച്ചാൽ എണ്ണയൊക്കെ മേത്ത് തേച്ചിട്ട് ഡവ് സോപ്പ് കൊണ്ടാണ് അന്ന് കുളിക്കുക. അതെനിക്കൊരു ശീലം. അങ്ങനെ അല്ലാത്ത ദിവസം സാധാ സോപ്പ് കൊണ്ടാണ് കേട്ടോ കുളിക്കൽ. പിന്നെ ലാസ്റ്റ് വെള്ളത്തിൽ ഡെറ്റോൾ പറന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഡെറ്റോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ നല്ലൊരു കുളിയൊക്കെ പാസ് ചെയ്തിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതാ
കുറച്ച് ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അതാ ഞാനത് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. നല്ലപോലെ മടക്കി വെക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മടക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഷെൽഫ് ഒന്നായിട്ട് മിസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശരിക്ക് വൃത്തിയാക്കണം കരുതലുണ്ട്, ടൈം ഇട്ടലില്ല. അപ്പം ഞാൻ അത് വൃത്തിയാക്കുമ്പോൾ നമുക്ക് ശരിക്കും മടക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു തട്ടിക്കൂട്ട് മടക്കലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ മുകളിൽ നിന്ന് ഡ്രസ്സ് കൊടുന്നപ്പോൾ അതിൽ ഒരു ബെഡ്ഷീറ്റും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ബെഡ്ഷീറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ചാൽ പ്യുവർ കോട്ടനാണ്, ഭയങ്കര സുഖമാണ് ഈ കിടക്കാൻ, ഇപ്പോൾ ഈ ചൂടത്തൊക്കെ പ്രത്യേകിച്ച്. അതിന് ശേഷം നമ്മൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഉള്ളിവട ആട്ടോ ഉണ്ടാക്കുന്നത്, ചെറിയ ഉള്ളിവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ചായ അപ്പുറത്ത് റെഡി ആവുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഞാനും അനിയത്തിയും മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാം കൂടിയും കുറച്ച് മതിയല്ലോ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഉള്ളിവടയിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്കി ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ഈവനിങ് വരെ കേട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നൈറ്റ് ഞാൻ എടുക്കണം കരുതി, ഞാൻ കുറേ വിട്ടുപോയി. അപ്പോൾ പിന്നെ കരുതി ഈവനിങ് വരെ ഉള്ളത് മതിയെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, ബൈ.